അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവത്തിന് മഹത്വം. ലൂക്കായുടെ സുവിശേഷം 1:37 വാക്യം പറയുന്നുണ്ടല്ലോ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഞങ്ങൾ ചേട്ടന് കോയമ്പത്തൂരായിരിക്കും, ചേട്ടന് വർക്ക് ചെയ്യണത് കോയമ്പത്തൂരാണ്. ആളവിടെ നിന്ന് വീട്ടിലേക്ക് വരിക, കൊഴിഞ്ഞാമ്പാറയിലേക്ക്. എൻ്റെ പേര് മിനി, ചേട്ടൻ്റെ പേര് ജോർജ്. ചേട്ടനൊരു ആക്സിഡൻ്റായി, ബൈക്ക് ആക്സിഡൻ്റായി. ആ സമയത്ത് ചേട്ടന് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഏതൊരു അബോധാവസ്ഥയിൽ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ മതിയെന്ന് ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ പാലിനേക്ക് കൊണ്ടുവന്നു. പാലിനേക്ക് കൊണ്ടുവന്നിട്ട് ആൾക്കും തലയോട്ടിയൊക്കെ പൊട്ടിയിരുന്നു. സർജറി വേണമെന്ന് പറഞ്ഞു, എത്രയും പെട്ടെന്ന് സർജറി വേണമെന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞു. ആ സമയത്ത് ഹസ്ബൻഡിന് തിരിച്ച് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു, ഇനി മുകളിലുള്ള ഒരാളുടെ അനുഗ്രഹം തന്നെയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. ചേട്ടൻ കണ്ണ് തുറക്കേ കൈ അനക്കേ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പം ഞാൻ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, രോഗിലേപനം ഒന്ന് കൊടുത്താലോ എന്ന് പറഞ്ഞു. നിനക്ക് സമ്മതമാണോ, വീട്ടുകാർക്ക് സമ്മതമാണോ ചോദിച്ചാൽ എനിക്ക് ഓക്കെയാണ്, എന്നാൽ കൊടുത്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ അമ്മച്ചിയും പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ദിവസം തന്നെ അച്ഛനെ വിളിച്ച് രോഗിലേപനം കൊടുത്തു. അവിടുന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അനക്കൂല, കയ്യും കാലം അനക്കൂല, ഒരു സൈഡ് തളർന്നു പോയി. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ അമ്മച്ചി ഞാനും അച്ഛനും കൂടി ചേർന്ന് ICUവിൽ പോയി രോഗിലേപനം കൊടുത്തു. രോഗിലേപനം കൊടുത്തതിന് ശേഷം കൊണ്ട് അച്ഛൻ വിളിച്ചു, ജോർജ് എന്ന് വിളിച്ചു. അന്ന് ചേട്ടൻ കണ്ണ് തുറന്നതാ. പിന്നെ വിളിക്കുമ്പോൾ കണ്ണ് തുറക്കാറുണ്ട്. അത് കഴിഞ്ഞ് തോട്ടങ്കരച്ചൻ ആ സമയത്ത് അവിടെ വന്നിരുന്നു, ICUവിൽ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞു, എല്ലാം ഭേദമാവുകയാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിന് കോടാനുകോടി നന്ദി പറയാണ്. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ആൾക്ക് ഒരു 80% ഓർമ്മ വന്നിട്ടുണ്ട്, ഇനി ഒരു 20% കൂടി വരണം. എല്ലാം ഇത്രയും ചെയ്തു തന്ന നല്ല ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹമുള്ളവരെ, ജോലി കഴിഞ്ഞിട്ട് കോയമ്പത്തൂരാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്ത് രാത്രി ബൈക്ക് ഓടിച്ചു വരും.